ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ ഇന്ന് വൈകിട്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കട്ടെ. പയറുപ്പേരിയാണ്. പയറൊന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെക്കട്ടെ കേട്ടാ. ഉപ്പേരി അല്ല, മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് വിചാരിക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയിൽ മാത്രം കുറച്ച് മസാലയും ചേർത്തിട്ട് നമ്മളുടെ പയറ് കുറച്ച് നീളനെ കട്ട് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ സിമ്മില് നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ചു വെച്ച് വേവിക്കുക. പാകത്തിന് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, വെളുത്തുള്ളി അങ്ങനെയൊക്കെ ചേർത്തിട്ട് കടുകിട്ട് പൊട്ടിക്കാതെ കേട്ടോ. അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കാറ്. അപ്പൊ തുടങ്ങിയാലോ? അപ്പൊ കുറച്ച് പയറേ ഉള്ളൂ, കുറച്ച് രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കിയുണ്ട്. അപ്പൊ ആ പയറും കൂടെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യട്ടെ. അപ്പൊ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പൊ പനിയൊക്കെ മാറി, 2-3 ദിവസം നല്ല പനിയായിരുന്നു. അപ്പൊ അതൊക്കെ മാറി ഒന്നിങ്ങനെ ഉഷാറായി വരുന്നുണ്ട്. അപ്പൊ ജോലികളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇനിയിപ്പോ നമ്മള് ദോശ ഉണ്ടാക്കാറുള്ള ആ പാനിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതില് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്തായാലും തയ്യാറാക്കി എടുക്കാം. ഇനി തിങ്കളാഴ്ച നമ്മളെ ഏകാദശിയാണല്ലേ, ഗുരുവായൂർ ഏകാദശിയാണ്. പിന്നെ ഇന്നും നാളെയൊക്കെ ഇവിടെ അമ്പലങ്ങളിലൊക്കെ അഖണ്ഡനാമം. ഇപ്പൊ നമ്മളെ മലയ്ക്ക് പോകുന്ന സീസണല്ലേ, അപ്പൊ അതുകൊണ്ട് അഖണ്ഡനാമം, അയ്യപ്പൻ വിളക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏതിനെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. പിന്നെ ഗ്യാസ് ഓണാക്കുകയാണ്. ഗ്യാസ് ഓണാക്കി കഴിഞ്ഞ് ഞാൻ അരിയുമ്പോൾ തന്നെ അത് ആ പാനിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം, അതുപോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കിടന്ന് വേവുമ്പോൾ തന്നെ അത് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഉപ്പേരി എന്ന് പറയുമ്പോൾ നമ്മൾ കടുകൊക്കെ പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, കറിവേപ്പില, വെളുത്തുള്ളി, അതുപോലെ പയറൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ച് അത് ഉപ്പേരിയായി. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മെഴുക്കുവരട്ടിയായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ചോറിലേക്ക് കറി വേണമെന്നൊന്നുമില്ല കേട്ടാ. ഇതന്നെ കൂട്ടിയിട്ട് ഇതിന് മസാല ഉണ്ടല്ലോ, കൂട്ടി കഴിക്കാം. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരു മീൻ ഫ്രൈ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ എല്ലാ വെജിറ്റബിളും ഒന്നും ചെയ്യാട്ടോ. അങ്ങനെ കയ്പ്പയ്ക്ക, ഞാൻ ചെയ്യാറുള്ളത് കയ്പ്പയ്ക്ക, പയറ്, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാം. മസാല തേച്ചിട്ട് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട്, അതുപോലെ കായ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ ആവുമ്പോൾ തന്നെ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഇത്രയും. ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.